Hi all, today I am going to give you a class regarding IELTS writing task 2. എക്സാമിന് വേണ്ടി എങ്ങനെ നമുക്ക് ടാസ്ക് 2 എസ്സേ സ്ട്രക്ചർ ചെയ്യാം. ബേസിക്കലി ടാസ്ക് 2 എന്ന് പറയുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ദെയർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, അപ്പം എക്സാമിന് വേണ്ടി നമുക്കൊരു സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇഫ് യു ആർ ഫോളോയിങ് ദാറ്റ് സ്ട്രക്ചർ യു വിൽ ഗെറ്റ് മോർ സ്കോർ ഇൻ ദാറ്റ് എസ്സേ. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ്. ഏത് ടൈപ്പ് എസ്സേ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പാരഫ്രേസിങ്. അപ്പം ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഓൾട്ടർനേറ്റീവായിട്ടുള്ളൊരു പാരഫ്രേസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ നമ്മൾ കാലിബർ ആയിരിക്കണം. ഓക്കെ, പാരഫ്രേസ് ചെയ്യുമ്പോൾ മെയിനായിട്ടും അതിൻ്റെ ഐഡിയാസ് ലൂസായി പോവാതെ നോക്കുക. ദാറ്റ് മീൻസ് വിത്തൗട്ട് ലൂസിങ് ദി എക്സാക്ട് ഐഡിയ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് യു നീഡ് ടു ക്രിയേറ്റ് അനദർ സെൻറ്റൻസ്. ഓക്കെ, യൂസിങ് ഡിഫറെൻറ്റ് വെക്കാബുലറി ഫ്രേസസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. പല വെക്കാബുലറീസും സ്ട്രക്ചറും ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയൊരു സെൻറ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മീനിങ് എപ്പോഴും സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് പാരഫ്രേസിങ്. എലോങ് വിത്ത് പാരഫ്രേസിങ് തീസസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തീസസ് വായിച്ചാൽ മനസ്സിലാക്കണം ഏത് ടൈപ്പ് എസ്സേ ആണെന്നും എന്താണ് നമ്മൾ ഈ എസ്സേയിൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ എസ്സേയിൽ എഴുതുന്നത് എന്നുള്ളത് നമ്മുടെ തീസസിൽ നിന്നും കിട്ടിയിരിക്കണം. We need to get the idea what you are going to write in the essay. That should be get from the thesis statement. അത്രയുമായിരിക്കും ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എപ്പോഴും ഒരു പാരഫ്രേസിങ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു തീസസ്, ഇത് രണ്ടും കൂടി ചേർന്നതായിരിക്കും ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരുപാട് ഇലാബറേറ്റ് ചെയ്യേണ്ട, ഒരുപാട് റീസൺസ് ഒന്നും മെൻഷൻ ചെയ്യേണ്ട, വേറെ കാര്യങ്ങളൊന്നും നിങ്ങളോട് ചെയ്യേണ്ടതായിട്ടില്ല. only just need to paraphrase the question and write thesis. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് മെയിൻ ബോഡി പാരഗ്രാഫ്സ്. മെയിൻ ബോഡി പാരഗ്രാഫ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡയറക്റ്റ്ലി വി ക്യാൻ റൈറ്റ് ദി ആൻസേഴ്സ്. ഓക്കെ, ദാറ്റ് ഫസ്റ്റ് യു നീഡ് ടു റൈറ്റ് ദി ടോപ്പിക് സെൻറ്റൻസ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അത് ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നൊരു ആൻസറുണ്ട്, ഒരു പോയിന്റ് അവർ ഫോക്കസ് ചെയ്യും. സോ ആ ഒരു പോയിന്റ് ആയിരിക്കണം നമ്മുടെ ടോപ്പിക് സെൻറ്റൻസ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ടോപ്പിക് സെൻറ്റൻസ് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണം, ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. എല്ലാവരുടെ പേപ്പറിലും കോമൺ ആയിട്ട് കാണുന്നൊരു ടോപ്പിക് സെൻറ്റൻസിനേക്കാളും നമുക്ക് എന്ത് യുണീക്കായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ആഫ്റ്റർ റൈറ്റിംഗ് ദി ടോപ്പിക് സെൻറ്റൻസ് യു നീഡ് ടു പ്രൊവൈഡ് എക്സ്പ്ലനേഷൻ. ആ ഒരു ടോപ്പിക് സെൻറ്റൻസിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയൊക്കെ ആയിരിക്കാം, അതെങ്ങനെയായിരിക്കും എഫക്റ്റ് ആവുക, അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് 2 to 3 ലൈൻസിൽ നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടോപ്പിക് സെൻറ്റൻസ്, ദെൻ നെക്സ്റ്റ് ഇസ് എക്സ്പ്ലനേഷൻ. ആഫ്റ്റർ എക്സ്പ്ലനേഷൻ വി ക്യാൻ റൈറ്റ് ദി എക്സാമ്പിൾ. എക്സാമ്പിൾ എപ്പോഴും ആക്യുറേറ്റ് ആയിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ എഴുതിയ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക മാക്സിമം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയ ടോപ്പിക്കുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു എക്സാമ്പിളാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ടോപ്പിക്കിൻ്റെ റെലവൻറ്റും പോകും, നമ്മൾ എഴുതിയ പോയിൻറ്റിൻ്റെ ഇൻഫോർമേഷൻ്റെ എല്ലാ ഇമ്പോർട്ടൻസും കളയും. ഓക്കെ, എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ആക്യുറസി ആയിരിക്കണം. നമ്മൾ എഴുതിയ ടോപ്പിക്കുമായിട്ട് 100% റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. അങ്ങനെ ആയിരിക്കണം ഒരു മെയിൻ ബോഡി പാരഗ്രാഫ് നിങ്ങൾ സ്ട്രക്ചർ ചെയ്യേണ്ടത്. ടോപ്പിക് സെൻറ്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ. ആഫ്റ്റർ ദാറ്റ് മെയിൻ ബോഡി പാരഗ്രാഫ് 1, അതിന് ശേഷം മെയിൻ ബോഡി പാരഗ്രാഫ് 2. ഈ സെയിം മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, മോർ ദാൻ ദാറ്റ് ഓരോ ബോഡി പാരഗ്രാഫിലും നമുക്ക് മാക്സിമം 2 പോയിൻറ്റ്സ് എഴുതാൻ പറ്റും. 1 എക്സാമ്പിൾ ഈസ് നെസസറി. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്തായാലും വേണം. ഓക്കെ, ദെൻ ബോഡി പാര 2 വരുന്ന സമയത്തും നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ടോപ്പിക് സെൻറ്റൻസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് യു ക്യാൻ റൈറ്റ് ദി എക്സാക്ട് ടോപ്പിക് വാട്ട് ദേ ഡിമാൻഡിങ് ഫ്രം എസ്. എന്താണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്, ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്, അത് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് ആസ് ഐ ഓൾറെഡി മെൻഷൻ റെലവൻ്റ് ആയിരിക്കണം, ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. ആഫ്റ്റർ ദാറ്റ് എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ടോപ്പിക് സെൻറ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്ലനേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. എക്സ്പ്ലനേഷൻ നമുക്ക് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്യാനായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇൻഫോർമേറ്റീവ് ആക്കാൻ നോക്കുക എപ്പോഴും എക്സ്പ്ലനേഷൻസ്, അതിൻ്റെ ഒരു കോൺസിക്വൻസസും ആഫ്റ്റർ എഫക്റ്റും ഒക്കെ എക്സ്പ്ലനേഷനിലും മെൻഷൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇസ് എക്സാമ്പിൾ. ആസ് ഐ ഓൾറെഡി മെൻഷൻ, എക്സാമ്പിൾ എപ്പോഴും നമ്മുടെ ടോപ്പിക് സെൻറ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. അവിടെ എന്തെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന കാര്യങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എക്സാമ്പിളിലും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ഇസ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറയുമ്പം നെവർ ഗോ ഔട്ട് ഓഫ് ദി ടോപ്പിക്. നമ്മൾ ഇത്രയും എന്തൊക്കെ കാര്യങ്ങൾ ബോഡി പാര 1ലും 2ലും മെൻഷൻ ചെയ്തോ അതിൻ്റെ ഒരു സമ്മറി ആയിരിക്കണം എപ്പോഴും കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഒരു 4 to 5 സെൻറ്റൻസ് ഈസ് എനഫ് ഫോർ കൺക്ലൂഷൻ. ബോഡി പാര 1ലും 2ലും നമ്മൾ കുറേ ടോപ്പിക് സെൻറ്റൻസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സമ്മറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മപ്പ് എവിടെ ക്രിയേറ്റ് ചെയ്യാം? കൺക്ലൂഷനിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ കൺക്ലൂഷൻ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കീവേഡ്സ് പറഞ്ഞ കൺക്ലൂഷൻ ടു കൺക്ലൂഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയ പാരഫ്രൈസിങ് ഐഡിയ കൺക്ലൂഷനിൽ നമുക്ക് പറയാം. അതിനുശേഷം നമ്മൾ എന്തൊക്കെ ടോപ്പിക് സെൻറ്റൻസിൽ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ ഉണ്ടോ അതിൻ്റെ എല്ലാം ഒരു പാരഫ്രൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെ ഉണ്ടായിരിക്കണം? കൺക്ലൂഷനിലും ഉണ്ടായിരിക്കണം. എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും ഒന്നും കൺക്ലൂഷനിൽ പ്രൊവൈഡ് ചെയ്യേണ്ട. ബിഫോർ ദാറ്റ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു പാരഫ്രൈസ്ഡ് ഐഡിയ. ആഫ്റ്റർ ദാറ്റ് എത്ര ടോപ്പിക് സെൻറ്റൻസ് നമ്മൾ എസ്സേയിൽ കൊടുത്തോ അതിൻ്റെയൊക്കെ ഒരു ചെറിയ സമ്മറിയും എവിടെ? കൺക്ലൂഷനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയായിരിക്കണം എപ്പോഴും കൺക്ലൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ബോഡി പാര 1ഉം 2ഉം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് പുറത്തുനിന്നൊരു കൺക്ലൂഷൻ, അതായത് നമ്മുടെ മെയിൻ ടോപ്പിക്കിനെ കുറിച്ച് ഒരു പുറത്തുനിന്നുള്ളൊരു കൺക്ലൂഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ എപ്പോഴും നമ്മുടെ ടോപ്പിക് സെൻറ്റൻസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാര 1ഉം 2ഉമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കൺക്ലൂഷനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഫോർ യുവർ എസ്സേക്ക് എപ്പോഴും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. So we can choose a particular type of question as example. Let's choose opinion essay. So the question is, a big salary is much more important than job satisfaction. Do you agree or disagree? So ഇതാണ് question. Agree or disagree type question. That means നമ്മുടെ ഒപ്പീനിയൻ അതിൽ വേണം. അവർ ചോദിക്കുകയാണ് do you agree or disagree with this statement. See, first നമുക്കത് പാരഫ്രൈസ് ചെയ്യാം. It is argued that earning loads of money has more significance to people than being focused in their work. That is the paraphrase statement. അത്രയും നമ്മൾ പാരഫ്രൈസ് ചെയ്തിരിക്കുന്നു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് we just added more vocabulary. നമ്മൾ സിനോണിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് അതിനെ പാരഫ്രൈസ് ചെയ്തിരിക്കുന്നു. ഇനി നെക്സ്റ്റ് വേണ്ടത് എന്താണ്? തീസസ് ആണ് വേണ്ടത്. യു ക്യാൻ മെൻഷൻ തീസസ് ഇൻ എ സിമ്പിൾ സെൻറ്റൻസ്. ദാറ്റ് മീൻസ് ഐ ടോട്ടലി ഡിസഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും പറഞ്ഞാൽ തന്നെ എന്തായി? തീസസ് സ്റ്റേറ്റ്മെൻ്റ് ആയി. ഓക്കെ, പാരഫ്രൈസ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ തീസസും കൂടെ പ്രൊവൈഡ് ചെയ്താൽ ഇൻട്രൊഡക്ഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് മെയിൻ ബോഡി പാരഗ്രാഫ് 1. മെയിൻ ബോഡി പാരഗ്രാഫ് 1ലേക്ക് വരുമ്പം യു ക്യാൻ സ്റ്റാർട്ട് ബൈ റൈറ്റിംഗ് ദ ടോപ്പിക് സെൻറ്റൻസ്. എന്തൊക്കെ പോയിന്റ് പ്രൂവ് ചെയ്ത് നമുക്കിതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? സോ ഫസ്റ്റ് ഒരു ടോപ്പിക് സെൻറ്റൻസ് നമുക്ക് ചൂസ് ചെയ്യാം. Employees earning a large income are generally under significant mental and emotional pressure to perform well and achieve target. That means ഏറ്റവും കൂടുതൽ മണിയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ജോബിന് ഇല്ലെങ്കിൽ വി വിൽ ഹാവ് മോർ സ്ട്രെസ്. അപ്പോൾ ഒരു സ്ട്രെസ്സിനാണ് നമ്മളിവിടെ ടോപ്പിക് സെൻറ്റൻസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ആ സ്ട്രെസ് എന്ന് പറയുമ്പം അത് മെൻ്റൽ ഇഷ്യൂസ് ആവാം, ഫിസിക്കൽ ഇഷ്യൂസ് ആവാം, ഓവർ വർക്ക് ഷെഡ്യൂൾ കാരണം നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ആവാം. അതായിരിക്കണം നമ്മുടെ എക്സ്പ്ലനേഷനിൽ വരേണ്ടത്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദിസ് കോസസ് മെനി ഇൻഡിവിജ്വൽസ് ടു സഫർ ഹൈ ലെവൽസ് ഓഫ് സ്ട്രെസ് വിച്ച് ക്യാൻ റിസൾട്ട് ഇൻ ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലം. നമ്മൾ ഫസ്റ്റ് എഴുതിയ ടോപ്പിക് സെൻറ്റൻസിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്തു. സോ നമുക്കൊരു എക്സാമ്പിളോട് പ്രൊവൈഡ് ചെയ്യാം. ദി എക്സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ഇസ്, ദിസ് ഹാപ്പൻ ടു മൈ അങ്കിൾ. ഹി യൂസ് ടു ബൂസ്റ്റ് അബൌട്ട് ഹിസ് ഹ്യൂജ് സാലറി ബട്ട് ദ ബോസ് കെപ്റ്റ് increasing his sales target, and at the end the stress became too great and he had a nervous breakdown. Now he regrets being driven by the money. So നമ്മൾ ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞു, ഹെക്ടിക് ഷെഡ്യൂൾ ഉണ്ടാവും, മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാവും, അതിനെല്ലാം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു എക്സാമ്പിളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സോ മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു, ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നു എന്നൊക്കെയുള്ളതാണ് നമ്മൾ എക്സ്പ്ലനേഷനിലും പ്രൊവൈഡ് ചെയ്തത്. അതുമായിട്ട് 100% റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസും പ്രൊവൈഡ് ചെയ്തു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബോഡി പാരഗ്രാഫ് 1. ദെൻ നെക്സ്റ്റ് ഇസ് ബോഡി പാരഗ്രാഫ് 2. അവിടെയും ഒരു ടോപ്പിക് സെൻറ്റൻസ്, explanation and example. See, then let's look into the topic sentence first. Having a job that they enjoy doing and in which they feel valued is a major concern for most of the modern workforce. That means ഇന്ന് ഏറ്റവും കൂടുതലും ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ബിക്കോസ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി എന്നുള്ളവരാണ് എയിമെങ്കിൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ലോട്ട് ഓഫ് ഇഷ്യൂസ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? Explanation statement: a significant number of people are giving well-paid position to do jobs which pay less but that they can find more enjoyable and less stressful.
അതായത് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ നൗ ലൈക്ക് ടു ഡു എ സാറ്റിസ്ഫൈഡ് ജോബ് ദാൻ ഏണിങ് എ ലോട്ട് ഓഫ് മണി ബിക്കോസ് ദാറ്റ് ഈസ് മച്ച് മോർ ഗിവിങ് എ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എ പീസ്ഫുൾ ലൈഫ് ഫോർ എസ്. ബിക്കോസ് ഏറ്റവും കൂടുതൽ മണിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ഹാവ് മോർ പ്രോബ്ലം. സോ നമ്മൾ എക്സ്പ്ലനേഷനും ചെയ്തു. ദെൻ നെക്സ്റ്റ് ഈസ് എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, I am an example of this myself. A year ago, I left the teaching profession because the workload had become too great. I feel really fulfilled in this work and I am much more relaxed and happy even though I earn far less money. Because we are not giving much more importance to earning a large amount of money, but people are trying to give more importance for their satisfaction. Okay, then let's write a conclusion for this. In conclusion, for a high percentage of the population, earning a substantial wage is less important than satisfaction because of the negative effects of work-related stress and the desire to feel happy and fulfilled at work. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് പോയിൻറ്റിൻ്റെയും ഒരു ജനറൽ ഐഡിയ കൺക്ലൂഷനിൽ പ്രൊവൈഡ് ചെയ്തു. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ആളുകൾക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ളത് കൊണ്ട് പീപ്പിൾ നോട്ട് മച്ച് ഗിവിങ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവിങ് എ ലോട്ട് ഓഫ് മണി. സോ കൺക്ലൂഷൻ എപ്പോഴും ടോപ്പിക് സെൻറ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കണം. യു ക്യാൻ മെൻഷൻ എ പാരഫ്രേസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ക്വസ്റ്റൻ ഓൾസോ. ഓക്കെ, ദിസ് ഇസ് ദ വേ ടു സ്ട്രക്ചർ യുവർ IELTS writing task 2 and thank you. Neethus Academy, India's #1 language academy.